നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോണേ? ബീഫ് കറി. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ബീഫ് നന്നായിട്ട് കഴുകി ഉപ്പും മുളകൊക്കെ തേച്ച് വയ്ക്കുക. ആദ്യം തന്നെ ഉപ്പ് ഇട്ടു, അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി പറന്നൊക്കെ പോയി. മഞ്ഞൾപ്പൊടിയുടെ കൂടെ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടു, ചിക്കൻ മസാല ഇട്ടു, നന്നായിട്ട് പുരട്ടി തേച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വറ്റൽമുളക്, സവാള, പിന്നെ ഉള്ളി. നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇഞ്ചി മൂപ്പിച്ചെടുക്കുക. അതിനകത്തേക്ക് അരിയാതെ വെച്ച് ഫുള്ളായിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ലോണം വഴറ്റണം. എന്നിട്ട് നമ്മൾ നേരത്തെ ആദ്യം വെച്ച ആ കൂട്ടുണ്ടല്ലോ, വറ്റൽമുളക്, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലേക്ക് അടിച്ചെടുക്കുക. ഇത് ഈ ഉള്ളിയുടെ കൂട്ടിലേക്ക് അങ്ങ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളകും കൂടി കീറിയിടുക. ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഈ പച്ചക്കുത്തൽ മാറണ വരെ ഇത് വഴറ്റിയെടുക്കണം. അതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇട്ട ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കണം സവാള ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് ഇത് ബ്രൗൺ നിറം ആവണ വരെ ഇളക്കി കൊടുക്കണേ. ഇതിനകത്ത് കുരുമുളക് പൊടിച്ചതിടണം. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കുക. 2-3 വിസിൽ കൊണ്ട് തന്നെ നമ്മളുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വേപ്പിലയും കൂടിയിട്ട് സെറ്റാക്കി വെക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം.